അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്താട്ടോ ഞാൻ പറയുന്നത്. കുറച്ച് മുമ്പ് അത്യാവശ്യം ഹെവി ട്രാഫിക്കിലൂടെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് വരുമ്പോൾ ഒരു ബസ് നമ്മളൊക്കെ ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് ആ തിരക്കിലൂടെ വരികയാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ ബസ് ധൃതി പിടിച്ച് എങ്ങോട്ടാണ് പോണത്? പലപ്പോഴും ബസ്സുകൾ ധൃതി പിടിച്ച് ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ പിറകെ അവരെ കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റൊരു വണ്ടി വരുന്നുണ്ടാവും. മാക്സിമം ആൾക്കാരെ കയറ്റി പോകുക എന്നുള്ള ഒരു വിചാരത്തിൽ ഒരു എമോഷണൽ ഡ്രൈവാണ് അവിടെ നടക്കുന്നത്. ഒരു ചിമ്പാൻസിൻ്റെ കയ്യിൽ വാശിയിലും വൈരാഗ്യത്തിലും ഒരു വണ്ടി ഓടിക്കുമ്പോൾ അതൊരു ചിമ്പാൻസിൻ്റെ കയ്യിൽ വളയം കൊടുത്തോണായിരിക്കും. ഞാൻ വിളിച്ച് പഠിച്ചോനെ, ഇത് എവിടെയെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലും ആക്സിഡൻ്റ് ആവൂലേ? കുറച്ച് കഴിഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ ആ ബസ് അവിടെ വെയിറ്റ് ചെയ്യുന്നു, അവിടെ നിൽക്കുന്നു. ഒരു സ്വിഫ്റ്റ് വണ്ടി, സ്വിഫ്റ്റ് അല്ല, ഒരു റിനോൾഡ് വണ്ടീൻ്റെ ബാക്കൊക്കെ ഇടിച്ച് ഷേപ്പ് മാറ്റിയിട്ടുണ്ട്. അവിടെ കിടന്ന് പോലീസ് അവിടെ പിടിച്ച് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഷൂട്ട് ചെയ്തിട്ടല്ലല്ലോ കാര്യം, നമുക്ക് കാര്യങ്ങൾ പറയാമെന്നല്ലേ. എപ്പോഴും വൈകാരികമായ ഒരു ഡ്രൈവ് നമ്മൾ ചെയ്യാൻ പാടില്ല. വൈകാരികമായ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എമോഷണൽ ബ്രെയിൻ കൊണ്ട് ഡ്രൈവ് ചെയ്യുക. അപ്പുറത്തെ വണ്ടീനെ എങ്ങനെയെങ്കിലും ഓവർടേക്ക് ചെയ്യണം, പാസ് ചെയ്യണം, എനിക്ക് നേരത്തെ എത്തണം, ഇങ്ങനെയൊക്കെയുള്ള വാശി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ അങ്ങ് എത്താം, അങ്ങ് പരലോകത്തേക്ക്. മനസ്സിലായില്ലേ? സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്താൽ മതി, എത്ര ധൃതിയൊന്നും വേണ്ട. ഡ്രൈവ് ചെയ്ത് സാവധാനത്ത് പോയാൽ മതി, ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങിയും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ പോയാൽ മതി. ഓക്കെ, ബി ഹെൽത്തി.